ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പപ്പടമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ചോറ് കഴിക്കുന്ന സമയത്ത് പപ്പടം പൊരിച്ച് വെക്കല്ലോ. അപ്പോൾ നമ്മൾ പപ്പടം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ചമ്മന്തി ആട്ടോ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് പപ്പടം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് കുറച്ച് വലിയുള്ളി, ചെറിയ പീസ് വലിയുള്ളി വേണം, പിന്നെ കുറച്ച് പുളി, കുറച്ച് വറ്റൽമുളക്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചെരുവേത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 3-4 പപ്പടം പൊരിച്ചത് ഇതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ടിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പപ്പടം കഴിക്കുന്ന സമയത്ത്, പപ്പട ചമ്മന്തി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മൾ വറ്റൽമുളകും പുളിയൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ളത് കാരണം പുളിയും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചോറിന് കറികളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ പപ്പടം ഇതേപോലെ പൊരിച്ചിട്ട് നമ്മൾ ചമ്മന്തിയാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഈ ഒരൊറ്റ ചമ്മന്തി മതി കേട്ടോ നമുക്ക് കുറേയേറെ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം. മീനൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ നമ്മൾ ഇതേ രീതിയിൽ ഈ ഒരു ചമ്മന്തിയും അതേപോലെ ചോറും ഒരു ഓംലേറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ, വെറുതെ പറയല്ലോ കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇനി അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പൊട്ടിക്കാത്ത തേങ്ങ മുഴുവനായിട്ടും ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് കത്തിയോ അതേപോലെ കൊടുവാളോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഒരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം ആ ഒരു തേങ്ങ നല്ല ഷേപ്പിൽ തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെ ആട്ടത്. അപ്പോൾ പൊട്ടിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് സമയം ഇതൊന്നും ഇങ്ങനെ വെള്ളത്തിലോട്ടേക്ക് ഇട്ട് വെക്കാം കേട്ടോ. വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു തേങ്ങൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ. എന്തെങ്കിലും ഒരു നൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ കത്തിയോ കൊടുവാളം ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേ രീതിയിൽ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു തേങ്ങൻ്റെ 3 ലെയറുണ്ട്. ഈ ഒരു തേങ്ങക്ക് ഇതേപോലെ ഈ 3 വര ഈ ലൈനിൻ്റെ ഈ ഭാഗങ്ങളിലൊന്ന് എല്ലാം ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് പൊട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇത് യൂസ്ഫുൾ ആവാം, ടീനേജ് പ്രായക്കാർക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും കേട്ടോ ഈ ഒരു ടിപ്പ്. അപ്പോൾ അതാ ഒറ്റ കുത്തിന് തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നല്ല പിളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചെതറിപ്പോവേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കത്തിയോ കൊടുവാളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പൊട്ടിച്ച് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. മാത്രമല്ല നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുറേയേറെ തേങ്ങയൊക്കെ ഇങ്ങനെ ചകിരി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പൊളിച്ച് വെക്കല്ലോ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തേക്ക് പൊളിച്ച് വെക്കുന്നതാണെങ്കിൽ ചില സമയത്ത് ഇതേപോലെ പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോവും. ഈ ഒരു കണ്ണുഭാഗമാണ് പെട്ടെന്ന് കേടായി വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ണുഭാഗം കേടാവാതിരിക്കാൻ ഉരയ്ക്കുന്നത് നമ്മൾ ഇതേപോലെ കുറച്ച് മെഴുകുതിരിൻ്റെ ആ ഒരു കണ്ണുഭാഗത്തും ഇതേപോലെ നമ്മളാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തേങ്ങ കേടാവില്ല കേട്ടോ. നമുക്ക് കുറേ കാലം ഈ ഒരു തേങ്ങ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ, കേടാവാതെ. അപ്പോൾ ഇതേ രീതിയിൽ ഈ ഒരു മെഴുകുതിരി ഇതേപോലെ ഒന്ന് ഇട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറേ കാലം നമുക്ക് തേങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ, കേടാവൊന്നുമില്ല കേട്ടോ. ചില തേങ്ങ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും ഇങ്ങനെ ആ ഒരു ചകിരിക്ക് ഈ ഒരു കണ്ണുഭാഗത്തു നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരിക്കലും കേടാവില്ല കേട്ടോ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പേസ്റ്റിൻ്റെ ട്യൂബാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുവിധം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിൽ നല്ലോണം നമ്മൾ ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം പേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ഭാഗം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കല്ലോ. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഒഴിവാക്കുന്ന ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. താഴ്ഭാഗത്തുനിന്ന് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു റോൾ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഒന്നുകിൽ ക്ലോത്ത് ക്ലിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ നമ്മൾ കുട്ടികൾക്ക് മുടിക്കൊക്കെ ഇടുന്ന ഈ ഒരു ടിക്കോ അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ട് ഇതേപോലെ ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേയേറെ പേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പേസ്റ്റ് ട്യൂബൊന്നും ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പേസ്റ്റ് ആയാലും അതേപോലെ ക്രീം ആയാലും ലോഷൻ ആയാലും എല്ലാം ഈ ഒരു ഇങ്ങനത്തെ ട്യൂബാകുമ്പം അതിൻ്റെ ഉള്ളിൽ എന്തായാലും കാണും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ക്രീമുകളൊക്കെ നമുക്ക് ഇനിയും കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഇട്ട് കൈയൊക്കെ കഴുകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്ത് കളിക്കുന്ന സമയത്ത് ഒരുപാട് ഹാൻഡ് വാഷ് പുറത്തോട്ടേക്ക് പോകും ആവശ്യമില്ലാതെ കുറേയേറെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു നെക്ക് ഭാഗത്ത് ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കുട്ടികളൊക്കെ ഞെക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങോട്ട് ഹാൻഡ് വാഷ് ഇങ്ങനെ ഒലിക്കാതെ നമുക്ക് കുറേശ്ശെ ഹാൻഡ് വാഷ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് വരില്ല, ചെറുതായിട്ട് ഞെക്കുമ്പോൾ ഇങ്ങനെ കുറേശ്ശാണ് കേട്ടോ ഇത് വരിക. അതേ രീതിയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ എന്തായാലും ഇതേ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഒരുപാട് ഹാൻഡ് വാഷ് നമുക്ക് വെറുതെ ആയിപ്പോവും. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹാൻഡ് വാഷ് വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുറച്ച് വലിപ്പമുള്ള പാത്രമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പാത്രത്തിൽ നമ്മൾ എന്തിനെങ്കിലും ഇതേപോലെ സ്പൂൺ ഇട്ട് വെക്കുന്ന സമയത്ത് സ്പൂണ് മുഴുവനായിട്ടും ആ ഒരു പാത്രത്തിലോട്ടേക്ക് ഇങ്ങനെ വീണ് പോകുമല്ലോ ചെറിയ സ്പൂണാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പൂണ് പാത്രത്തിൽ തന്നെ ഇതേപോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു സ്പൂണിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്പൂൺ ഇനി പാത്രത്തിലിട്ടാലും അത് ഈ മുഴുവനായിട്ടും ഇത് പാത്രത്തിലോട്ടേക്ക് വീഴാതെ ഇതിങ്ങനെ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടത് കൊണ്ടിട്ട് ഈ ഒരു സ്പൂണിൻ്റെ അറ്റഭാഗം ഈ പാത്രത്തിൽ ഇങ്ങനെ തങ്ങിയെല്ലാം നിൽക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരിക്കലും അത് ഉള്ളിലേക്ക് വീണ് പോയില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും പാത്രത്തിൽ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ സ്പൂൺ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സ്പൂണ് മുഴുവനായിട്ടും ആ ചായയിൽ ഇങ്ങനെ കുത്തി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റബ്ബർ ബാൻഡിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു കുട്ടി ടിപ്പുകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.